ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു വൺ ഡേ പിക്നിക്കിന് പോവുകയാണ് വാഗമൺ. അത് ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ, ഓണാഘോഷ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പോകുന്നതാണ്. ഓണാഘോഷം നടത്താനേക്കാളും എല്ലാവർക്കും പിക്നിക്കിന് പോകാനാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിക്ക് ബസ്സിൽ വാഗമണ്ണിന് പോവുകയാണ്. പത്തനംതിട്ടയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പോകുന്ന വഴി ഓരോരുത്തരെ പിക്ക് ചെയ്താണ് പോയത്. അപ്പോൾ പോകുന്ന വഴി പെരുവന്താനത്ത് ഒരു മൗണ്ടൻ വ്യൂ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല വ്യൂ ആട്ടോ. അവിടെ നിന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാനും നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെയാണ് നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ടോയ്ലറ്റും എല്ലാം നല്ല സൗകര്യമുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. നല്ല രസമാട്ടോ. നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോയി ഇരുന്ന് കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കഴിച്ച് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ളതൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ആർക്കെങ്കിലും ആ വഴി പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല, റാന്നി കഴിഞ്ഞ് പെരുവന്താനം ആ ഭാഗത്തോട്ട് പോകുന്നവർക്ക് ആ ഹോട്ടൽ നല്ല ഹോട്ടലാണ്. എല്ലാം കൊണ്ടും നല്ല നല്ല ചൂടന് എല്ലാ ഇതും തരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ച് പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ അവിടെ ആ വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടം എല്ലാവരും എപ്പോഴും പോകുമ്പോൾ കാണുന്നതാണ്. എന്നാലും എത്ര നമ്മൾ കണ്ടാലും നമുക്ക് പിന്നെയും തേയിലത്തോട്ടവും വെള്ളച്ചാട്ടവും ഒക്കെ എപ്പോൾ കണ്ടാലും നമുക്ക് മതിയാവത്തില്ല. ബീച്ച് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ എനിക്കും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇവിടെ തന്നെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്, എന്നാലും കാണുമ്പോൾ പിന്നെ ഇഷ്ടം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം എല്ലാവരും വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റിലാക്സിങ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ എല്ലാവരും കയറുന്നു. ഒരു സന്തോഷം എല്ലാവരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ. ഞങ്ങൾ പത്തനംതിട്ട ഏരിയയുടെ ഗ്രൂപ്പാട്ടോ ഇത്. പത്തനംതിട്ട ഏരിയയിൽ നിന്ന് മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയില്ല, കുറച്ച് പേർക്കേ വരാൻ പറ്റിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ വാഗമൺ മെഡോസിലേക്കാണ് ആദ്യമേ പോയത്. അങ്ങനെ വാഗമൺ മെഡോസിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. മൊട്ടക്കുന്നിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒത്തിരി കാണാനുണ്ടല്ലോ, നല്ല രസമാണ്. അവിടെയും പോയി നമുക്ക് ഇരിക്കുമ്പോൾ കാണാനുള്ള ഒത്തിരി ഐറ്റങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ കുറേ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. വെയിലും ഇല്ല, മഴയില്ല, മഞ്ഞൊന്നുമില്ല. ചെന്ന് കയറിയപ്പോൾ ചെറിയ ചാറ്റലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസം പോക്കാണോ എന്ന്. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മാറി. നല്ല രസമായിരുന്നു. എന്തായാലും ഒരു ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അതുപോലെ സന്തോഷമായിരുന്നു കേട്ടോ. ഒത്തിരി ആക്ടിവിറ്റീസും നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചാർജ് ചെയ്യണം. മറ്റേത് എൻട്രൻസ് ഫീസ് ഒന്ന് വേറെ, ബസ്സിനും ഉള്ളൊരു ഫീസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ കയറുന്നതിൻ്റെ അനുസരിച്ച് ഓരോന്നിനും. അപ്പോൾ അത് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതിനൊക്കെ 250 രൂപ ഒരാൾക്ക്. പിന്നെ സൈക്ലിങ്, അങ്ങനെ പല ഇതുണ്ട്. അപ്പം അതെല്ലാം ഒരുവിധമൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. എല്ലായിടത്തും കുറേശ്ശെയൊക്കെ കയറി. പറ്റുന്നവരൊക്കെ കുറേയൊക്കെ കയറി. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരുവിധം എല്ലാവരും കയറി. എന്തായാലും നല്ലൊരു നമ്മൾ റിലാക്സിങ് ആയിരുന്നു എന്തായാലും. അങ്ങനെ ഒത്തിരി പശുക്കളൊക്കെ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കയറൊന്നുമില്ല, അങ്ങനെ അയച്ചിട്ടേക്കാണ്. പക്ഷെ നമ്മളെയൊന്നും ചെയ്യത്തൊന്നുമില്ല, നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് പിള്ളേരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും. ഞങ്ങൾ ചുമ്മാ എല്ലാവരും കൂടെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇതൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ കുറേ സമയം എൻജോയ് ചെയ്തു. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ എല്ലാം കറങ്ങി. പിന്നെ സൈക്ലിങ്ങിന് സിപ്പ് ലൈനിൽ കയറി. പല സെക്ഷനിൽ പലരും കയറി. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാമേ. മുട്ടക്കുന്നിൽ ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ കുറേ അടുത്ത് തന്നെ
പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയി അവിടെ നന്നായിട്ട് കുറേ അവിടെ ഇതുപോലെ ഒത്തിരി നമുക്ക് കറങ്ങി നടക്കാനുണ്ട്. കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് നല്ലതായിട്ട് തരും. അതും ഈ പൈൻ ഫോറസ്റ്റ് കയറുന്നതിനും എൻട്രൻസ് ഫീസ് ഉണ്ട്. എല്ലാത്തിനും ഒരേ എവിടെ കയറുന്നു അതിനൊക്കെ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വലിയ വലിയ തുകയൊന്നുമില്ല. എന്നാലും അതെല്ലാം എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. പിന്നെ അവിടെയും കുറേ ഫോട്ടോസും വീഡിയോസും നമ്മൾ മൊബൈലിലൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നല്ല രസമായിരുന്നു. എന്തായാലും അതൊരു നല്ല അനുഭവം തന്നെയാണ്. അപ്പൊ കാണാമേ. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ഒത്തിരി കളിക്കുന്നത് ഒത്തിരി പരിപാടികളുണ്ട്. മറ്റേ സൈക്ലിങ്, പിന്നെ സിപ്പ് ലൈന്, അതുപോലെ തന്നെ ഊഞ്ഞാലുകൾ, അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ. അപ്പോൾ അവിടെയെല്ലാം അതിൽ കുറേ ഐറ്റത്തിൽ ഞങ്ങൾ കയറി കേട്ടോ. സിപ്പ് ലൈനിൽ ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട്. എന്നാലും ഇവിടെ അത് ഒന്നുകൂടെ കയറി. അതെനിക്ക് അത്രയും പേടി തോന്നിയില്ല. മറ്റേ സൈക്ലിംഗ് ഉണ്ടല്ലോ, ഒരു ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഒരു സൈക്കിളിൽ പോയത്. അത് ആദ്യമായിട്ട് അത് പോകുന്നത്. അതൊരു പേടിയായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇതിപ്പോ ആദ്യം ഞങ്ങൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ടാണ്. അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജും കാണുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് കയറി അത്രയ്ക്ക് പേടിക്കാനില്ല. പക്ഷെ കയറി നമ്മൾ അകത്തോട്ട് ഇങ്ങനെ ഗ്ലാസ്സേക്കടെ നടക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ വലിയ കൊക്കയാണ്. അത് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും കേട്ടോ. പിന്നെ ചിലർക്കൊക്കെ തല കറങ്ങുന്നുണ്ട് അങ്ങനെ കയറിയിട്ട്. ഞങ്ങളുടെ കൂടെ എന്നൊരു കുഞ്ഞാണി ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങോട്ട് നോക്കിയിട്ട് പേടിയായിട്ട്. അപ്പം അത് നമുക്കൊരു പേടി പെട്ടെന്നൊരു പേടി തോന്നും. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ അതിനായാലും നമ്മളെ അധികം പേരെ അങ്ങനെ കടത്തി വിടുന്നില്ല. കുറേശ്ശെ ആളെ കൊടുത്തുള്ളൂ. ഇത് ഞങ്ങൾ സൈക്ലിങ്ങിൽ പോകുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് സൈക്കിളിൽ പോകുന്നത്. അതും എൻ്റെ ആദ്യത്തെ അനുഭവം. ഞാൻ സൈക്കിൾ ചവിട്ടുന്ന ആളല്ല. അപ്പം എനിക്കൊരു പേടിയായിരുന്നു സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ എന്ന്. പക്ഷെ അതും സാധിച്ചു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ വയനാടൊക്കെ കയറിയിട്ടുണ്ട്. ഇത് പക്ഷെ ആദ്യമായിട്ടാണ്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കയറാൻ നമുക്ക് അത്രയും പേടിയില്ല. പക്ഷെ നടുക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങും വലിയ കുഴപ്പമില്ല, എൻഡിങ്ങും കുഴപ്പമില്ല. നടുക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു വിറയലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എന്ത് സംഭവിക്കുമെന്ന്. പിന്നെ അന്നേരം ഒന്നും ചിന്തിക്കുന്നില്ല, നമ്മൾ അങ്ങ് പോകുക. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, എന്തായാലും സക്സസ് ആയി. അതുകൊണ്ട് പിന്നെ പേടിയില്ല. ഇനിയും നമുക്ക് കയറാനുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെ ഒരു ധൈര്യം ശരിക്കും വേണം. കാരണം താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഭയങ്കര കൊക്ക പോലത്തെല്ലോ തോന്നും. അതുമല്ല ഈ ഒറ്റ കമ്പിയിലല്ലേ ഈ പോകുന്നത്. അപ്പോൾ കമ്പി വിട്ടുപോയാൽ നമ്മൾ താഴെ പോകും എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ എന്തായാലും തൂങ്ങിക്കിടക്കും കമ്പിയിൽ. ആ ഒരു ധൈര്യവും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ചിന്തിക്കത്തുള്ളൂ ഇത് പൊട്ടിയാൽ എന്ത് സംഭവിക്കും, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ ആ പയ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ കയറിയിട്ട് പതുക്കെ പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ വന്ന് പുറകേക്കടെ വന്ന് തള്ളിത്തരും എന്ന് പറഞ്ഞു. അപ്പോൾ അതും പിന്നെ പേടിയില്ല. പിന്നെ ഇത് സിപ്പ് ലൈനിൽ പിന്നെ എനിക്ക് അത്ര ആദ്യം ഒന്ന് പോയത് കൊണ്ട് അത്ര എനിക്കങ്ങനെ പേടി തോന്നിയില്ല. അത് നമ്മളെ അങ്ങ് ഒരു തള്ളി വിടുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഇതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. നല്ലൊരു രസമായിരുന്നു കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് അതും. പക്ഷെ ഒന്ന് കയറിയതുകൊണ്ട് എനിക്ക് അത്ര പേടി തോന്നിയില്ല. അതും നല്ല രസമായിരുന്നു. എന്തായാലും ഞങ്ങൾ ശരിക്കും ഒരു സന്തോഷമായ ഒറ്റ ദിവസമായിരുന്നു. ഒട്ടും സമയം പോയതേ അറിഞ്ഞില്ല. നല്ലൊരു സന്തോഷമായ ദിവസമായിരുന്നു.
പറ്റുമെങ്കിൽ എല്ലാവരും ഒരു വാഗമൺ ട്രിപ്പ് പോകുന്നത് നല്ല ഒരു 1 ഡേ ട്രിപ്പേ ഉള്ളൂ, വലിയ ചിലവുമില്ല, പക്ഷെ അത് പോകുന്നത് നല്ലതാണ്, പോയി എൻജോയ് ചെയ്യണം, നല്ലതാണ്. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണേ. ഓക്കെ, താങ്ക് യു. പറ്റുമെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് പോകണേ. ഞാൻ പട്ടവും പറപ്പിച്ചു, അത് ഞാൻ പറയാൻ മറന്നു, പട്ടം അവിടെ വാങ്ങിക്കാൻ കിട്ടും, അതും പറപ്പിച്ചു. ഒത്തിരി മാക്സിമം എൻജോയ് ചെയ്തു, ഒറ്റ ദിവസം എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാമേ. ഓക്കെ, താങ്ക് യു.